അപ്പൊ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് മല്ലു മലയാളത്തിലുള്ള ആകെ വെരി ഫ്യൂ പോഡ്കാസ്റ്റ് അബൌട്ട് MMA. അപ്പൊ ഗായ്സ് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഗായ്സ്. ഇത് ഞങ്ങളുടെ കൊടുത്തിട്ടുണ്ട് ഗോൾസ്. എവിടെയാണ്? ഇവിടെ ഇലിയ വാക്സിനൊക്കെ ചെയ്തപ്പോ ചൂണ്ടിയ പോലെ ഇതിവിടെ അവിടെ കൊടുത്തിട്ടുണ്ട്. പൊക്കത്ത് ഗായ്സ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കും ഫ്രണ്ട്സിനും ഒക്കെ അടിച്ചു കൊടുത്തിട്ട് ഒന്ന് സബ് ചെയ്യാൻ പറയാം. 1000 സബ് ആവണം ഗൈസ്. ഈ ഏപ്രിൽ മുമ്പ് ഞങ്ങളുടെ ഗോളാണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ അഴിച്ചു കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സൂക്ഷിക്കണം. കിച്ചൻ അവിടെ ഗിൽസർ റിസ്ലറാണ്. ഗിൽസന് നിങ്ങളുടെ ഗേൾസിനെ ചോദിക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് അടിച്ചു കൊടുക്കണം. കാരണം ഗിൽസ് സോളോ ഒരു വീഡിയോ ചെയ്തപ്പോ ഞങ്ങളുടെ ചാനലിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു 10-12 ഗേൾസ് ഒക്കെ ഫോളോ ചെയ്തേക്കണ്. സാധാരണ ഗേൾസ് വീഡിയോ കാണുമ്പോ എന്റെ മൈ അഗ്ലി ആസ് കാണുമ്പോ തന്നെ സ്കിപ്പ് അടിച്ച് റിപ്പോർട്ടൊക്കെ അടിച്ചു പോകും. കിച്ചനായോണ്ട് ഗേൾസ് ഫുള്ളിരുന്ന് കണ്ട് പ്രൊഫൈൽ കയറി ലൈക്ക് ചെയ്തേക്കണ്. അവിടെ ചെക്കനത് കുളിച്ചൊരുക്കി വന്നു കഴിഞ്ഞാൽ അറിയാനുള്ള ഗൈസ്. അപ്പൊ ഇതിയുടെ ഗേൾ ഫ്രണ്ടിനെ അടിച്ചു കൊടുക്കുമ്പോ ഗിൽസനെ വന്ന കാര്യം. കാരണം അവിടെ റിസ്ലറാണ്, 6 feet ടോൾ വൈറ്റ് ഹാൻഡ്സം ബോയ് ഗിൽസൺ. അപ്പൊ അത് കരുതി. പക്ഷെ ഫ്രണ്ട്സിനൊക്കെ അടിച്ചു കൊടുക്കുക, സബ് കൂട്ടുക, എങ്ങനെയെങ്കിലും 1000 ആക്കി തരിക പ്ലീസ്. വി നീഡ് ടു ഗെറ്റ് അവർ സെൽഫ് മോണറ്റൈസ്ഡ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മോണറ്റൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ലേറ്റസ്റ്റ് ക്യാമറ പിന്നെ ഒരു സ്റ്റുഡിയോ കൂടാക്കി എടുക്കണം. കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്യണം. അതുകൊണ്ടാണ്. അപ്പൊ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യണ്ടേ. അപ്പൊ ഞങ്ങളുടെ ഓഫീസിലെ ഗേൾസിനെ കൊണ്ട് മാരി ഡേറ്റ് കില്ല് MMA ഫൈറ്റേഴ്സിനെ കൊണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ലുക്കുള്ള MMA ഫൈറ്റേഴ്സ് ആരാണ് ജയിക്കാൻ പോണെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ ആ ഒരു സെഗ്മെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കുമെന്ന് അറിയാൻ പാടില്ല. ആഗ്രഹം കൊണ്ട് ഈ സൺഡേ സൂപ്പിടണമെന്നൊക്കെ. ഇപ്പൊ നമ്മള് എല്ലാവരുടെയും മോസ്റ്റ് അവൈറ്റഡ് പേപ്പർ വ്യൂ, മറ്റേ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റാക്ഡ് പേപ്പർ വ്യൂ, മറ്റേ എവിടെ നോക്കിയാലും സ്റ്റാക്ഡ് ഫൈറ്റ്സ് ഉള്ള പേപ്പർ വ്യൂ 312. Yes guys, this card is so stacked that ഞങ്ങൾ ഈ വീഡിയോ പറയുമ്പോൾ ആകെ 3 ഫൈറ്റിനെ പറ്റിയോ 4 ഫൈറ്റിനെ പറ്റിയോ പറയുന്നുള്ളൂ ഗൈസ്. അത്ര സ്റ്റാക്ഡ് ആണ്. മറ്റേ മെയിൻ ഇവന്റ് ഒക്കെ. പക്ഷെ മെയിൻ ഇവന്റ് ഒക്കെ പൊളിയാണ്. നമ്മൾ സാർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞാലും നമ്മൾ മെയിൻ ഇവന്റ് നൈസാണ്, കോമെയിനും നൈസാണ്. മെയിൻ ഇവന്റും നൈസാണ് ഗൈസ്. തേർഡ് ഫൈറ്റും കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ പറയാൻ 3-4 ഫൈറ്റിലെ ഫസ്റ്റ് എന്ന് പറയാൻ പോണത് ജസ്റ്റിൻ ടാഫോ. അപ്പൊ ഗൈസ് എനിക്ക് നമ്മുടെ സമോവൻ ലൈനേജിൽ പെട്ട ഒരുത്തരാണ്. അപ്പൊ ഡാവിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൂഡ് സെറ്റാണ്. ഡൂഡിന്റെ ബോക്സിങ് ഞാൻ ഭയങ്കര ഫാനാണ്. പുള്ളിയുടെ ബോക്സിങ് സ്റ്റൈലിൽ പ്രത്യേക നോക്കൗട്ട് ആവാൻ പറ്റാത്ത വലിയ റെക്കോർഡൊന്നും 7-4 ഒക്കെ. പക്ഷെ ഞാൻ എക്സൈറ്റ് ഫൈറ്ററാണ്. ഞാൻ എന്തായാലും കാണും ഹെവി വെയിറ്റ് ഒരു ഡെവിസ്റ്റേറ്റിംഗ് ചെയ്യും. കാരണം ബോക്സിങ് നല്ല രീതിയിൽ ബോക്സിങ് ലൈക്ക് മൊമെന്റും ആ ഒരു ഫോമൊക്കെ കഴിവിടാം. ഹെവി വെയിറ്റ്സിൽ അത് അൺയൂഷ്വലാണ്. ആ ഒരു ബോഡി ഷേപ്പുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പുള്ളിയുടെ ഫൈറ്റ്സ് ഒന്ന് കാണാൻ താല്പര്യമുണ്ട്. പുള്ളിയല്ലേ മറ്റേ ടായിട്ട് ഏകദേശം സിമിലർ സ്റ്റൈലല്ലേ. ഈ ഓസ്ട്രേലിയക്കാര് എല്ലാവർക്കും ഹെവി വെയിറ്റ്സ് ഒരു പുള്ളി ന്യൂസിലാൻഡാന്നോണ്ട്. അല്ല ടൈറ്റ് ഓസ്ട്രേലിയനാന്ന്. പക്ഷെ എന്നാലും ആ ഒരു അതല്ലടാ, ഞാൻ ടൈറ്റോസിലാരല്ല പറഞ്ഞ നമ്മുടെ ട്രൂഡോ. അവൻ മാത്രമല്ല ടൈറ്റോസയുടെ കസിനാരൊക്കെയോ സമൂഹിന്ന് ഓസ്ട്രേലിയയിലോട്ട് കാണാനുണ്ട്. പ്യൂർ ഓസ്ട്രേലിയ ഒന്നും അല്ല. ടൈറ്റോസിനെ കാണുമ്പോൾ നിനക്ക് മനസ്സിലാക്കല്ല ഒരു ഏകദേശം അവര് ഗണത്തിൽപ്പെട്ടാണ്. ഈ ഒപ്പോണന്റ് ഉണ്ടല്ലോ ജസ്റ്റിൻ ടാഫോയുടെ ഒപ്പോണന്റ് ഒരു 6 അടി 7 അടി 6 അടി 7 ഇഞ്ചൊക്കെ ഉള്ള ഒരാളാണ്. ഭയങ്കര റീച്ച് വ്യത്യാസമുണ്ട്. മറ്റേ ഒരു ഫൈറ്റ് ഉണ്ടായി. അതിനകത്ത് ഹൈറ്റ് ഡിഫറൻസ് അതേപോലത്തെ ഏകദേശം വരുമെന്നല്ല നീ പറഞ്ഞു തന്നെ. അത്രയും ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം റീച്ചിന്റെ ഒരു 9 ഇഞ്ച് വ്യത്യാസമുണ്ട്, ഹൈറ്റ് ഒരു 7 ഇഞ്ച് വ്യത്യാസമുണ്ട്. കാണാം ആ ഫൈറ്റ് നമുക്ക് കാണാം, ട്യൂണിങ് ചെയ്യാം. കണ്ടുകൊണ്ട് നമുക്ക് വെറുത്തിട്ടാണ്. പിന്നെ ഗായ്സ് പിന്നെ വേറെ സംഭവം ഉണ്ട്. നമ്മ സാധാരണ ഏറ്റവും ഷിറ്റ് ആണെന്ന് വിചാരിക്കുന്ന പേപ്പറിയും ഫൈറ്റ് നൈറ്റ്സും ഡെവിസ്റ്റേറ്റിംഗ് ത്രൂ ഔട്ട് നൈറ്റ് കേയോസ് ഒക്കെ വണ്ടറൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലേ? നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും ഫുള്ള് ഫിനിഷസ് ഒക്കെ വരുന്നത്. ഇത് ഓസ്ട്രേലിയയിലെ കാരണം അവരുടെ ഹോം അഡ്വാൻറ്റേജില് എന്ത് സംഭവം എന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വാട്സാപ്പ് അടിപൊളിയാണ്. പിന്നെ മാത്രമല്ല ഗൈസ് ഓസ്ട്രേലിയയിൽ എന്തുകൊണ്ടാണ് MMA ബിഗസ്റ്റ് MMA അപ്സെറ്റ്സ് കുറെ നടന്നിട്ടുണ്ട്. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലാണ് ഫൈറ്റേഴ്സിന് ഫേക്ക് കട്ട് ചെയ്യാൻ 24 മണിക്കൂർ പോലും കിട്ടാത്തത്. ബാക്കി എല്ലായിടത്തും 34-38 മണിക്കൂർ വരെയും കിട്ടും. അപ്പൊ സാധാരണ ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാർ 3 ദിവസം മുമ്പൊക്കെ പോയി ചെയ്യുന്ന ചാമ്പ്യൻസ് സർപ്രൈസ് ആയിട്ട് കുറെ അപ്സെറ്റ് നടന്നിട്ടുണ്ട്. DDP ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നേരത്തെ തന്നെ പോയി ഇപ്രാവശ്യം ചെന്നിരിക്കുകയാണ്. നേരത്തെ എന്ന് പുള്ളി ക്യാമ്പ് സെറ്റ് ചെയ്തത്. അതൊക്കെ ഒരു
പ്രിപ്പറേഷൻ ഐക്യം എല്ലാം ടോപ്പ് ഓഫ് ദ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ചെയ്ത്. ഇതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിന്റെ വോൾക്കിന്റെ ഫൈറ്റിൽ ഇസ്ലാം ഹെവിലി കോംപ്രമൈസ്ഡ് ആയിരുന്നു. കാരണം ഇസ്ലാം സാധാരണ 38 മണിക്കൂറിൽ വെരിക്കെട്ടാണ് ഇസ്ലാമിന് 24 hours കിട്ടി. നിങ്ങൾക്ക് ഇസ്ലാമിനെ കമ്മ്യൂണിനെ എടുത്ത് നോക്കി അറിയാം, അവർക്ക് ഫൈറ്റിന്റെ ഏറ്റവും ടഫ് വെയിറ്റ് കട്ടാണ്. അപ്പൊ വെയിറ്റ് കട്ടിനെ ബാധിച്ചുകൊണ്ടാണ് ഇസ്ലാം അത്രയും വോൾക്ക് 1 ക്ലോസ് ആയെന്ന് വിശ്വസിക്കുന്ന. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റിൽ പറയാം, തല്ലുപിടിക്കാം. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ അപ്സെറ്റ്സ് ഉണ്ടാവാനുള്ള കാര്യം ഇതൊക്കെയാണ്. ഇതിപ്പോ കഴിഞ്ഞ ഫൈറ്റ് ആണെങ്കിലും ഇവരുടെ ആദ്യം ഉണ്ടായിരുന്ന ഫൈറ്റ് ഭയങ്കര ക്ലോസ് ആയിരുന്നു. പക്ഷേ DDPക്ക് ഇപ്പൊ സംഭവം മനസ്സിലായല്ല. DDP ഒരു ഫൈറ്റ് കഴിയുമ്പോഴേക്കും അവർ എത്തിയും കൂടി ഫെമിലറൈസ് ആയ കാരണം ചിലപ്പോ ഇപ്പൊ വേഗം തീരുന്നാ തോന്നാം. ഗായ്സ്, ഈ ഫൈറ്റിന് ഞാൻ ഒട്ടും എക്സൈറ്റഡ് ആയിരുന്നില്ല. കാര്യം DDPയും സ്ട്രിക്ലൻഡ് ആയിട്ടുള്ള ഫൈറ്റിന് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഈ ഫൈറ്റ് വീക്കിൽ സ്ട്രിക്ലൻഡിന്റെ ഇന്റർവ്യൂവും വാട്ടർ വെയിറ്റ് പേഴ്സണാലിറ്റിയും DDPയുടെ ഒരു ഇന്റർവ്യൂടെ DDP പറയുന്നില്ലേ, ഐ എം റെഡി ടു ഡൈ ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്, ഐ എം റെഡി ടു ടേക്ക് എ ലൈഫ്. ഒരാളെ കൊല്ലാൻ തയ്യാറാണ്. അപ്പൊ DDP അതിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മിക്കവരും ചാകാൻ തയ്യാറാണ്, പക്ഷെ നിങ്ങൾ കൊല്ലാൻ തയ്യാറാണോ? ആ ഒരു മൂടാണ്. അപ്പൊ ആ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ്സിന്റെ മെന്റാലിറ്റി DDP പറയണ. അപ്പൊ അങ്ങനത്തെ ഒരു DDPയുടെ മെന്റാലിറ്റി മാത്രമല്ല, സ്ട്രിക്ലൻഡിനെ അടുത്ത് നോക്കിയപ്പില്ലേ DDP ബാക്കി എല്ലാവരെയും ഡോമിനേറ്റ് ചെയ്ത് കളഞ്ഞി. സ്ട്രിക്ലൻഡിനെ മാത്രമാണ് കുറച്ച് ഡോമിനേറ്റ് ചെയ്യപ്പെടാൻ. കാരണം വിറ്റേക്കർ അഡസാനൊക്കെ ഡോമിനേറ്റ് ചെയ്ത DDP സ്ട്രിക്ലൻഡിനെ അത്രയും ഡോമിനേറ്റ് ചെയ്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോ ആദ്യം ഒട്ടും എക്സൈറ്റഡ് ആവാതെ ഞാൻ ഇപ്പൊ നല്ല എക്സൈറ്റഡ് ആണ്ടാ ആ മെയിൻ ഇവന്റിന് വേണ്ടി. സംഭവം ഫസ്റ്റ് ഫൈറ്റ് അത്യാവശ്യം നല്ല ക്ലോസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യനുകൾ ബാക്കിയുണ്ട്. പക്ഷെ ഇനിയിപ്പോ DDP പറയണ രീതിയിൽ കോൺഫിഡൻസ് ലെവലൊക്കെ കാണുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നേരത്തെ തന്നെ ഫിനിഷല്ലോ നടക്കും എന്നുള്ള രീതിയിലാണ് അങ്ങനെ തോന്നാറ് ഇല്ലേ. ഇപ്പൊ മനസ്സിലായല്ലോ, ഒരു 5 റൗണ്ട് പോയി കഴിയുമ്പോ തന്നെ സ്ട്രിക്ലൻഡിന്റെ ഒരു യുണീക്ക് സ്റ്റൈലൊക്കെ കുറച്ചെങ്കിലും ക്യാച്ച് ചെയ്യാൻ. ഞാൻ എന്തുകൊണ്ടാണെന്ന് അറിയില്ല കാര്യം, ചിലപ്പോ ഞാൻ എന്തായാലും എന്റെ പ്രഡിക്ഷൻ DDP തന്നെയാണ്. പക്ഷെ നമുക്കെന്തൊരു ഇൻഡ്യൂഷൻ ഉണ്ടാവില്ല. എന്റെ ഇൻഡ്യൂഷൻ ശരിക്കും ഞാനൊരു അപ്സെറ്റ് മണക്കുന്നു. എന്താ കാര്യം എന്ന് അറിയാൻ പാടില്ല. അത് മാത്രമല്ല, എന്തുകൊണ്ടായാലും ആസ് എൻ MMA ഫാൻ എനിക്ക് സ്ട്രിക്ലൻഡ് കംസത്ത് വീസസ് DDP കാണാനാണ് ആഗ്രഹം. പക്ഷേ സ്ട്രിക്ലൻഡും കംസത്തും ട്രാഷ് ടോക്ക് ഇപ്പോഴേ തുടങ്ങി. കംസത്തിന സ്ട്രിക്ലൻഡ് ഓർ ചെച്നിയൻ വോർ എന്നൊക്കെയാണ് പറഞ്ഞത്. വോർ എന്ന് വിളിക്കാൻ പുള്ളി പറഞ്ഞ നറേറ്റീവ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കൺട്രി പോയി എന്ന് പറഞ്ഞ് ഇത്ര പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കംസത്തിന്റെ കൺട്രോളുള്ള കാര്യമില്ല. കതിരവൻ അറിയാലോ കാശ്, എന്തെങ്കിലും പറഞ്ഞ 3 generation ഗോൺ. അപ്പൊ അങ്ങനത്തെ കതിരവനോട് അങ്ങനെ കുനിഞ്ഞിക്കാൻ അവരോട് സ്ട്രിക്ലൻഡ് അവിടെ സ്ട്രിക്ലൻഡ് ഇങ്ങനെ കുനിഞ്ഞ് നിന്നാനെ താങ്ങി കൊടുത്താനെ. ഇവൻ എന്താ കാര്യത്തിലാണ് സ്ട്രിക്ലൻഡ് ഇങ്ങനെ പറഞ്ഞ് കംസത്തെ എന്റെ ഫേവറേറ്റ് ഫൈറ്റർ ആയതുകൊണ്ടൊന്നും പറഞ്ഞാലോ ഇത്ര പറയേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാനാണ്. ആ ഫൈറ്റ് സെല്ലാവും. ആ പ്രസ് കോൺഫറൻസ് സീനായിരിക്കും. സ്ട്രിക്ലൻഡ് കംസത്ത് പ്രസ് കോൺഫറൻസ് എങ്ങനെ ഉണ്ടാവും ആലോചിച്ചു കഴിച്ചു. രണ്ടുപേരും വിട്ടുകൊടുക്കില്ല. കംസത്തിനാണെങ്കിൽ സ്ട്രിക്ലൻഡ് പ്രാന്താക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കംസത്ത് പ്രാന്താവുകയും ചെയ്യും. പക്ഷെ കംസത്തെ കലക്ക സാധനം തിരിച്ചു പറയുകയും ചെയ്യും. അത് മാത്രമല്ല, ഇവർ തമ്മിലുള്ള പ്രാക്ടീസ് റെസ്ലിംഗ് സെക്ഷൻ സ്പാറിങ്ങിലെ കംസത്ത് പല പ്രാവശ്യം സ്ട്രിക്ലൻഡിനെ സബ്മിറ്റ് ചെയ്യുന്നൊക്കെയാണ് പറയണം. അപ്പൊ ഫൈറ്റ് എനിക്ക് കാണാനാ ഇഷ്ടം സ്ട്രിക്ലൻഡ് വീസസ് കംസത്ത്. പിന്നെ DDP വീസസ് കംസത്താണ്. പക്ഷെ ആസ് എ സ്ട്രാഷ് ടോക്ക് എനിക്ക് സ്ട്രിക്ലൻഡ് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട് ഗൈസ്, DDPയുടെയും കംസത്തിന്റെയും പ്രസ് കോൺഫറൻസ് ട്രാഷ് ടോക്ക് നൈസായിരിക്കും. കാരണം DDP ഒരു അണ്ടർ റേറ്റഡ് ടോക്കറാണ്. ഇതിപ്പോ ഈ പ്രസ് കോൺഫറൻസ് ഇനിയിപ്പോ നാളെ തേഴ്സ്ഡേ ഉണ്ടാവുന്ന അറിയാം, എങ്ങനെ ഉണ്ടാവുന്ന അറിയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസ് കോൺഫറൻസ് ഓർമ്മയില്ലേ? എനിക്ക് ഒറിജിനൽ ആണെന്ന് അറിയാൻ പാടില്ല. ഞാൻ ഒരു പോസ്റ്റ് കണ്ട് ഒരു ബെറ്റിംഗ് സൈറ്റിന്റെ ബെറ്റിംഗ് ശരിയാണ്. കാരണം ഇപ്പൊ റിഡിക്യുലസ് ബെറ്റ്സ് ഒക്കെ ഉണ്ട്. വിൽ DDP മേക്ക് സ്ട്രിക്ലൻഡ് ക്രൈ 2500 rupees ഫേവറേറ്റ് ബെറ്റിംഗ് വെച്ചേക്കണ്. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി, അന്നത്തെ സീൻ ഓർമ്മയുണ്ട്. ഇവര് തമ്മിൽ ആദ്യം സീൻ ഉണ്ടായിരുന്നു ആ ഓഡിയൻസിന്റെ ഇടയിൽ ഗിൽബർട്ട് ബേൺസിന്റെ മോനോട് മാറിക്കാൻ പറഞ്ഞിട്ട് ഇടിച്ച സീനില്. അതീന്നല്ലേ ശരിക്കും തുടങ്ങിയത് ഈ സ്റ്റോറിയില് മൊത്തം. സ്ട്രിക്ലൻഡ് അവിടെ ഇടിച്ചിട്ട് സ്റ്റേജിൽ വന്നപ്പോഴേക്കും ഒന്നും ചെയ്യാണ്ടായി പോയി. ഓൾട്ടോ അതെന്തെങ്കിലും ആവട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ എന്തുകൊണ്ടാണെന്ന് അറിയാം കുറച്ചുകൂടെ അഭിപ്രായം കാരണം DDP സ്ട്രിക്ലൻഡിന് റെസ്പെക്ട് കൊടുക്കണോണ്ടാണ്. DDP പറഞ്ഞേ ഐ ഡിഡ് എവറിത്തിങ് ഐ ഡിഡ്, ഹി വാസ് ജസ്റ്റ് ടു ഗുഡ് എന്ന്. ഞാനപ്പോ അങ്ങനെ DDPയുടെ ഒരു ആംഗിളിൽ നിന്ന് കണ്ടുകൊണ്ട് ഫൈറ്റ് ശരിയാണ്. DDP വിറ്റേക്കർ അടസാനെയും നശിപ്പിച്ചല്ല. സ്ട്രിക്ലൻഡിന് അത്രയ്ക്ക് എതിരെ സ്പ്ലിറ്റ് ഡിസിഷൻ ആയിരുന്നു. ഒബ്വിയസ്ലി കൺവിൻസിങ് വിന്നായിരുന്നെങ്കിൽ ഇത്തിരി ക്ലോസ് ആയിരുന്നല്ലോ. അപ്പൊ എക്സൈറ്റഡ് ആണ് ഞാൻ. പിന്നെ ഗായ്സ് ഇത്രയും പറഞ്ഞു, ഒരുപാട് പറഞ്ഞു. എന്റെ ഫൈനൽ പിക്കും പഠിച്ചാൽ ഞാൻ പറഞ്ഞുതരാം.
എന്റെ മനസ്സ് പറയുന്നല്ലേ, ഞാൻ പിക്കാൻ പോണ ഒരു 4th റൗണ്ട് ഒക്കെ ആകുമ്പോൾ DDP സബ്മിഷൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് ആകുമ്പോൾ TKO, അങ്ങനെയാണ് എന്റെ പ്രഡിഷൻ. പക്ഷെ ഞാൻ ഒരിക്കലും സിക്ലിനേറ്റ് സർപ്രൈസ് ആവൂല. കാരണം ഞാൻ പറഞ്ഞില്ല, എന്റെ ഇൻഡ്യൂഷൻ ഊഹാബോധം എന്തോ പറയുന്നു, ഒരു അപ്സെറ്റ് മണക്കുന്നു. നീ നിനക്ക് എന്ത് തോന്നുന്നു? എനിക്ക് DDP ഫിനിഷ് ചെയ്താൽ ഞാൻ ഒരു നേരത്തെ ഫിനിഷ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മറ്റേ ഫസ്റ്റത്തെ ഫൈറ്റിൽ നിന്നെല്ലാം നിന്നെ മനസ്സിലാക്കി പുതിയ ഫൈറ്റിൽ വന്ന് ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഡിസ്മാൻഡിൽ ചെയ്ത് സെക്കൻഡ് റൗണ്ടിലേക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ലെവൽസ് അങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ട് നേരെ വംശത്തായിട്ട് പോയി കഴിയുമ്പോൾ പൊളിയായിരിക്കും. അപ്പൊ ഇനിയും ഒരു ക്ലോസ് ഫൈറ്റ് കണ്ടു കഴിഞ്ഞാൽ DDPയുടെ ഇത് കുറയും. സ്ട്രിക്ലൻഡിനെ അങ്ങനെ സബ്മിറ്റ് ചെയ്യാറില്ലല്ലോ, സെക്കൻഡ് റൗണ്ട് സബ്മിഷൻ. സെക്കൻഡ് റൗണ്ടിൽ സിക്ലിനെ സബ്മിറ്റ് ചെയ്യാൻ കുറച്ച് എനർജി ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് തോന്നാ ലേറ്റർ റൗണ്ട്സിൽ ഞാൻ കൊടുക്കുള്ളൂ. നോക്കാം, ചിലപ്പോൾ നീ പറഞ്ഞ പോലെ നടക്കായിരിക്കും. കാരണം ഒന്നും നമ്മ പറഞ്ഞ പോലെ നടക്കണം. ഇസി നോക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏതായാലും പറയാനുള്ള വിട്ടുള്ള. പിന്നെ ഗായ്സ്, അപ്പൊ ഞങ്ങൾ അടുത്തയിലോട്ട് നടക്കുന്നതാണ് കോമൈൻ ഇവന്റ് നൈസാണ്ട് ഗായ്സ്. കാരണം എനിക്ക് ഒരു ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ അല്ലേ നമ്മുടെ ഷെയ്ൻവേലി ലിസ്റ്ററിന്റെ ബ്രെത്തുള്ളത്. ഷെയ്ൻവേലി അടിപൊളിയാണ് കേട്ടോ. കാരണം എനിക്ക് അവൾ ഇന്നൊരു ടിപ്പൂരിനെ പോയി കെട്ടിപ്പിടിച്ച് കുറെ, അവളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവളുടെ അപ്പോണന്റ് അൺഡിഫീറ്റഡ് ടറ്റേനിയ, അവളെ അടിപൊളി റെസ്ലിംഗ് ഫീനമാണ് ശരിക്കും വെച്ചാണ്. കാരണം ഷാൻവേലി കംപ്ലീറ്റ് MMA ഫൈറ്ററാണ്, മറ്റവളെ റെസ്ലിംഗ് മോൺസ്റ്റർ ആണ്. അപ്പൊ ഗ്രാപ്പിളിങ് അൺലിഫൈ ചെയ്യോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഒരു കിടിലൻ MMA വുമൺ സ്കിൽ ഡിസ്പ്ലേ ആണ് ഫൈറ്റ് ആയിരിക്കും. മോഡേൺ വുമൺ MMA ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് സ്കിൽഡ് ഫൈറ്റ് ആണ്. ടറ്റേനെ കുറിച്ച് ആൾക്കാർക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ടാണ് അവള് ഫീമെയിൽ കബി എന്നൊക്കെ ആൾക്കാർ അദ്ദേഹം വിളിച്ചിരുന്നത്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഫീമെയിൽ കാ എന്നൊക്കെ പറയാം ഗൈസ്. അപ്പൊ കണ്ടറിയാം കിടിലൻ ഫൈറ്റ് ആയിരിക്കും. ടട്ടിയാനെ കുറെ പേരെ തോപ്പിച്ചിട്ടുണ്ട്. അൺഡിഫീറ്റഡ് ആണ്, അതല്ലേ പറഞ്ഞ ശരിക്കും പറഞ്ഞ ഇക്വലന്റ് ഓഫ് വുമൺസ് ഡിവിഷനിൽ അർമാൻ ഇസ്ലാമൊക്കെ ഇവിടെ നടക്കാൻ പോണാണോ? ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ട് ഇന്റർവ്യൂല് പറഞ്ഞേട്ടോ അടിപൊളിയല്ലേ, ഇപ്പൊ നല്ല രസമുണ്ട് ഇപ്പൊ കേക്ക്. പിന്നെ എടാ നമ്മുടെ ഇല്ലിട്രേറ്റ് ആയ പോട്ടാലും ചാൾസും കണ്ടുപിടിക്കണം. കാരണം അലക്സ് 2ാം ക്ലാസ് കുസ്തിയും ചാൾസ് 1ാം ക്ലാസ്സിന്റെ പകുതി വെച്ച് നിർത്തിക്കളഞ്ഞി. അവർക്ക് പഠിപ്പില്ല, അറിവില്ല. പക്ഷെ എന്താണെന്ന് അറിയാൻ പാടില്ല, ഒരു ദിവസം ഒരക്ഷരം A, 2ാം ദിവസം B, 3ാം ദിവസം C, 4ാം ദിവസം D അങ്ങനെ പഠിച്ചെങ്കിൽ ഒരു 26 ദിവസം മതി. എന്നാലും ഒരു കൊല്ലം എടുത്തെങ്കിലും ചാൾസിനും എന്തെങ്കിലും പറയായിരുന്നു. ഇവന് അലക്സ്പെരേക്ക് കുറച്ചൊക്കെ പറയട്ടാ, ചാൾസിന് ഒട്ടും അറിയില്ല. ചാൾസിന് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ അറിയാവുന്നതുകൊണ്ട്. പിന്നെ UFC ബെൽറ്റ് ചാമ്പ്യൻ ഗോഡ് മീ അതൊക്കെ അറിയാവുന്നതുകൊണ്ട് അതൊക്കെ അറിയാം. അല്ലാണ്ട് പൊന്നു ചാളാളിയാ നമ്മുടെ ഈ ഇസ്ലാം പറയണ്ടേ, ദിസ് ഗായ് വാണ്ട്സ് ടു മേക്ക് മണി, ഹി നീഡ്സ് ടു സീ ഇംഗ്ലീഷ്. പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ബെറ്ററായിരുന്നു. പക്ഷെ എനിക്കറിയില്ല ഗൈസ്, ഇല്ലിട്രേറ്റിംഗ് ഇസ് എ തിങ് ഭയങ്കര ഇതാണ്. പക്ഷെ വേലി കണ്ട, അവള് MMA കോച്ചിങ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു ഇംഗ്ലീഷ് ടീച്ചറിനെ ട്യൂട്ടറിനെ കൂടി കോച്ച് ചെയ്ത് അവള് പഠിച്ച് സെറ്റല്ലേ. ഭയങ്കര അപ്രീഷിയേറ്റ്. ഉമ്മറും അതെ അപ്രീഷിയേറ്റ് ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലാവുന്നതുകൊണ്ടാ ഒരു ഫൈറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്, അർമൻ വീസസ് ചാൻഡലർ. ഇച്ചു ഇനീഷ്യൽ തോട്ട്സ് പറയാൻ ഞാൻ അതിനായിട്ട് എന്റെ അഭിപ്രായം പറയാം. ഇനീഷ്യൽ തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലറിന് എങ്ങനെയാണ് ഇത് ഇത്രയും നല്ല 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 ഫൈറ്റ്സ് കിട്ടിയിരിക്കണേ? എപ്പോഴും എങ്ങനെയാ നല്ല ഫൈറ്റ്സ് കിട്ടുന്നത്? എവിടെ ഒരു എല്ലാവരും അസംഷൻ ഉണ്ടായി, ജോൺ ജോൺസ് ഡാനയുമായിട്ടാണ് റൂമിൽ എന്തോ നടക്കണേന്ന്. റൂമിൽ എന്തോ നടക്കണത് ചാനലറും ഡാനയുമായിട്ടാണ് ഗൈസ്, ജോൺ ജോൺസ് അല്ല. കാരണം 2 and 4 ആണ് ലാസ്റ്റ് 6 ഫൈറ്റ്സിന് 2 and 4 ആയ മൊട്ട ചാനലർ 0 IQ ഡംബ് ചാനലറിന് എങ്ങനെ ഈ ഫൈറ്റ് എപ്പോഴും കിട്ടണം എനിക്ക് അറിയില്ല. എനിക്ക് ശരിക്കും എന്തുകൊണ്ടാണ് ഓൺലൈനിൽ തേച്ചിട്ട് പോയത് ഉത്തരം കിട്ടുന്നില്ല. അതേപോലെ എന്തുകൊണ്ട് ചാനലിന് ഈ ഫൈറ്റ് കിട്ടുന്നു എനിക്ക് സത്യമായിട്ട് നമുക്ക് അറിയില്ല ഗൈസ്. അത് മാത്രമല്ല, ഇതെന്ന് ആലോചിച്ച് നോക്കിയ നറേറ്റീവ്, അർമനെ ചാനലർ തോപ്പിച്ച ടൈറ്റിൽ ഷോട്ടാണ്. ഇതെന്തുവാടേ, ചാനലർ ശരിക്കും ഡാനക്ക് സർവീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നണ. അയ്യോ, എന്നിട്ട് ചാനലർ അർമനെ തോപ്പിച്ച് എങ്ങനെയോ, എന്നിട്ട് ഇസ്ലാമും ചാനലറും ഒക്ടോബറിൽ വന്ന് എന്റെ കോമഡി ആയിരിക്കും കോമഡിയാ ട്രാജഡി. എന്താണ് കോമഡിയാ, അത് ട്രാജഡി അല്ലേ? എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും കമന്റിൽ MMA അറിയാവുന്ന ആരെങ്കിലും, കൃഷ്ണനാ, അക്ഷയ് സിബാബുവാ, ശിവേ, ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യ്. എന്തുകൊണ്ടാണ് ചാനലറിന് ഹൗ ഹി കെപ്റ്റ് getting best biggest fights despite losing അതൊന്ന് കമന്റ് ചെയ്യണേ.
അപ്പൊ അടുത്ത പറയാനുള്ള ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ നമ്മ MMA പിടിച്ച് തളർത്തുന്ന പോലെയാണ്. അപ്പൊ അതുകൊണ്ട് ആനിസ് ജൂബിലിയുടെ ഫൈറ്റ് ആണ്. സ്ട്രൈക്കർ അല്ല, റെസ്ലർ അല്ല, ഗ്രാപ്ലർ അല്ല, പക്ഷെ ഒരു ഫൈറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് ആനിസ് ജൂബിലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എനിക്കൊന്നും പറയാനില്ല. ഗിച്ചു ബാക്ക് ടു യു. എനിക്ക് നമ്മള് അൻസിൽ ജൂബിലിന്റെ കഴിഞ്ഞ ഫൈറ്റ് കണ്ടതല്ലേ? കഴിഞ്ഞ ഫൈറ്റിലല്ലേ സ്റ്റാർട്ടിങ് ജയിച്ചിട്ട് ലാസ്റ്റ് ഉണ്ടായപ്പോ പണിയേണ്ടത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഷോക്ക് വരുന്നുണ്ടായി. ഉറക്കമൊക്കെ എണീറ്റിരുന്ന് കണ്ടതാണ്. ഇന്ന് അല്ല ഞാൻ കാണണ്ട ഫൈറ്റ് 4:30 എണീക്കണം. കാണൂലേ? ഞാൻ ഉറങ്ങാണ്ടിരിക്കണം എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഒരു കിടില ടൈം അൻസിൽ ജൂബിലിയുടെ ബിഗ്ഗസ്റ്റ് ഫാനാണ് അപ്പുറത്തിരിക്കുന്നത്. അപ്പൊ അത് കാരണം അറിയാൻ പാടില്ല അൻസിൽ ജൂബിലി ആരാണ്, എവിടെ നിന്നറിയോ, ഇന്ത്യക്കാരനാണെന്നറിയോ? യെസ്, എനിക്കത്ര പറയാനുള്ളൂ. പക്ഷേ എനിക്ക് സംസാരിക്കാൻ എനിക്ക് തോന്നരുത്. എനിക്ക് അത്ര വിഷമമുള്ള കാര്യമാണ്. അൻസിൽ ജൂബിലിനെ പറ്റി സപ്പോർട്ട് ചെയ്താൽ എനിക്ക് വിഷമിക്കാൻ വയ്യ. അപ്പൊ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഗൈസ്. ഒന്നും പറയുന്നില്ല, എന്റെ കോഴ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഈ ഫൈറ്റ് കാർഡ് ബോറിംഗ് ആണെന്ന് വെച്ചാൽ ഇങ്ങനെ അള്ളിഫൈ ചെയ്ത് ഞാൻ നേരത്തെ കോമഡി പറയാം. ചിലപ്പോൾ 4:30 അല്ല, 5:30-6 മണിക്കൊക്കെ തുടങ്ങും. പ്രീലിംസ് അല്ല, മെയിൻ പ്രീലിംസ് ഒക്കെ തുടങ്ങി കാണിരിക്കോട്ടെ. കാരണം ഷിറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യരുത്. കാരണം അൺഎക്സ്പെക്ടഡ് ആയിട്ട് ബാങ്കർ കാർഡായിരിക്കും. എല്ലാ ചിലപ്പോൾ നോക്കൗട്ട് കിട്ടും. ഷിറ്റാണെന്ന് വെച്ച് തള്ളിക്കളയരുതാ. അതൊന്ന് പറയണമെന്ന് വിചാരിച്ചു. വേറൊന്നുമില്ല. അപ്പൊ നമ്മളിനി ഈ ഫൈറ്റ് കഴിയുമ്പോ ഫൈറ്റിന്റെ ലൈവ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ലൈവിൽ ഗൂഗിൾ പേ നമ്പർ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. കോൺട്രിബ്യൂട്ട് ബിക്കോസ് വി നീഡ് സെറ്റപ്പ് ആൻഡ് മണി ഡൊണേഷൻ ഈസ് ഓൾവേസ് അക്സെപ്റ്റഡ്. പിന്നെ പറയാനുള്ള ഗൈസ് 1000 ഗോൾസ് ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്സിനാ, ബെസ്റ്റ് ഫ്രണ്ട്സിനാ, MMA അങ്ങനെ ഒരു കൂട്ടുകാരാണ്. ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം. അവന്മാര് MMAയുടെ ആകെയുള്ള കുറച്ച് പോഡ്കാസ്റ്റ് പിള്ളേരാണ്. അവന്മാർ 1000 സബ് അടിക്കട്ടെ. അങ്ങനെ ഒരു ഓഡിയോ കഴിച്ച് വാട്സാപ്പിൽ ഏതെങ്കിലും ഗ്രൂപ്പിലെ 2 ഫ്രണ്ട്സിനെ ഒന്ന് അയച്ചു കൊടുത്തേക്കട്ടെ ഗൈസ്. ഒന്ന് അയക്കാം. 1000 ആക്കി എന്തുവാ ഗൈസ്? അപ്പൊ എനിക്ക് അത്രേ പറയാനുള്ളൂ. ഗിച്ചു വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ ബൈ ബൈ. അപ്പൊ ചാമ നെക്സ്റ്റ് വീഡിയോ കാണാം. ചാമ.